രാജ്യത്ത് അവസാനഘട്ട തെരഞ്ഞെടുപ്പിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ജൂൺ 1-ാം തീയതി 57 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതോടുകൂടി ഇന്ത്യയിലെ 2024 പൊതു തെരഞ്ഞെടുപ്പ് അവസാനിക്കും. ജൂൺ 4 ഫലപ്രഖ്യാപനം. കേരളത്തിൽ ഒരു മാസമായി തെരഞ്ഞെടുപ്പ് കോലാഹലങ്ങളെല്ലാം തന്നെ അവസാനിച്ചു. പല പാർട്ടികളുടെയും പല നേതാക്കന്മാരും വിശ്രമത്തിലും വിദേശയാത്രയിലും ഒക്കെയാണ്. പക്ഷേ ചില പ്രസ്ഥാനങ്ങൾക്കകത്ത് പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കന്മാരെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വിട്ടിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് ഭരണം നിൽക്കുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി CPM-ൻ്റെ പ്രതിനിധിയാണല്ലോ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹം CPM. അങ്ങനെയുള്ള ആള് മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തേണ്ടതാണ്. ഈ അവസരത്തിലാണ് പിണറായി വിജയൻ വിദേശയാത്ര നടത്തിയത്. 18 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര. വളരെ നിർണായകമായിട്ടുള്ള അവസരത്തിലായിരുന്നു യാത്ര. CPM-ൻ്റെ ദേശീയ നേതാക്കളൊന്നും തന്നെ വേണ്ട തരത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഓടുന്നില്ല. പക്ഷേ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് മാത്രമാണ് CPM ഭരണത്തിലുള്ളത്. അവിടുത്തെ മുഖ്യമന്ത്രിയെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ എത്തണമായിരുന്നല്ലോ. ഇവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. BJP-യിലെ ചില നേതാക്കൾ മാത്രമാണ് അവർക്ക് ദേശീയ തലങ്ങളിലൊക്കെ തന്നെ പ്രചാരണത്തിന് ഏർപ്പെട്ടിട്ടുള്ളത്. അതിലൊരാളാണ് ശോഭാ സുരേന്ദ്രൻ. അവസാന നിമിഷം ആലപ്പുഴയിലെ BJP-യുടെ സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്ത് ആലപ്പുഴയെ ഇളക്കിമറിച്ച് അതുപോലെ തന്നെ ആരിഫിനും KC വേണുഗോപാലിനും ഒരു ഭയം തന്നെ ജനിപ്പിച്ചുകൊണ്ട് അവിടെ ആലപ്പുഴ BJP-ക്ക് വളക്കൂറുള്ള മണ്ണാക്കി മാറ്റിക്കൊണ്ട് ശോഭാ സുരേന്ദ്രൻ കത്തിക്കയറുകയായിരുന്നു. അങ്ങനെയുള്ള ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ A ക്ലാസ് മണ്ഡലം അല്ലായിരുന്നു. ശോഭാ സുരേന്ദ്രൻ ഇറങ്ങിയതോടുകൂടി അവിടം A ക്ലാസ് മണ്ഡലമായി മാറുകയും ചെയ്തു. അവിടെ നിന്നിപ്പോൾ ശോഭാ സുരേന്ദ്രൻ മറ്റു പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പോയിരിക്കുകയാണ്. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര ഇവിടങ്ങളിലൊക്കെ തന്നെ അവിടെ ഒരു ജനക്കൂട്ടത്തെ ഇളക്കിമറിക്കുകയാണ്. ആദ്യം ഓരോ സംസ്ഥാനങ്ങളിലും ചെന്നിട്ട് അവിടുത്തെ മലയാളി സമാജത്തെയും മുഴുവൻ കാണുന്നു. അതുപോലെ തന്നെ അവിടെ പഠനം നടത്തുന്ന മലയാളി കുട്ടികളെ കാണുന്നു. അവരുടെയൊക്കെ തന്നെ യോഗം വിളിച്ചുകൂട്ടുന്നു. അതിലൊക്കെ തന്നെ ശക്തമായ ഇടപെടലുകൾ നടത്തുന്നു. അതിനോടൊപ്പം തന്നെ അവിടുത്തെ പൊതുയോഗങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ സംസാരിക്കുന്നു. അതിസുന്ദരമായിട്ട് ഹിന്ദി സംസാരിക്കുന്നു. ജനങ്ങളെ മുഴുവൻ, ആലപ്പുഴയിലെ ജനങ്ങളെ ഏത് തരത്തിൽ ആവേശം കൊള്ളിച്ചുവോ അതുപോലെ തന്നെ മറ്റ് മഹാരാഷ്ട്രയിലെയും ഉത്തർപ്രദേശിലെയും പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരാണസിയിൽ പോലും ജനങ്ങളെ ഇളക്കി മറിക്കാനായിട്ട് ശോഭാ സുരേന്ദ്രന് സാധിച്ചു. പ്രധാനമന്ത്രി നേരിട്ട് ക്ഷണിച്ചിട്ടാണ് ശോഭാ സുരേന്ദ്രൻ ആ മണ്ഡലങ്ങളിലേക്ക് പോയത്. അങ്ങനെ അവിടെ എത്തി വാരാണസിയിലെ മലയാളി സമാജക്കാരെ മുഴുവൻ കാണുന്നു. അതുപോലെ തന്നെ അവിടെ ധാരാളം മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥികളുണ്ട്. അവരെയൊക്കെ തന്നെ വിളിച്ചുകൂട്ടുന്നു. കേരളത്തിൽ നിന്ന് നഴ്സിംഗ് പഠനത്തിന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാരാണസിയിലേക്ക് വരൂ, സൗകര്യം ചെയ്തു തരാം എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. അങ്ങനെ പ്രധാനമന്ത്രി നേരിട്ട് ഇടപെട്ട് ശോഭാ സുരേന്ദ്രനെ പല സംസ്ഥാനങ്ങളിൽ പല മണ്ഡലങ്ങളിലും പ്രചാരണത്തിന് എത്തിക്കുകയും അവിടെ ഒരു വലിയ സാന്നിധ്യമായി മാറുകയും ചെയ്തു. എന്തായാലും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ജയിച്ചാലും ഇല്ലെങ്കിലും ഒരുപക്ഷെ കേന്ദ്രമന്ത്രി വരെ ആകാനുള്ള സാധ്യതയുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിലെ BJP സംസ്ഥാന ഘടകത്തിൻ്റെ പ്രസിഡന്റായി മാറാനുള്ള സാധ്യതയുമാണ് കാണുന്നത്. കേരളത്തിലെ BJP നേതാക്കന്മാർ ശോഭാ സുരേന്ദ്രനെ ചവിട്ടിത്താഴ്ത്തിയിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ മുരളീധരൻ മത്സരിച്ച് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ BJP-ക്ക് ഒരു വളക്കൂറുള്ള മണ്ണാക്കി മാറ്റാൻ കഴിഞ്ഞത് ശോഭാ സുരേന്ദ്രനാണ്. 2019 2,48,000 വോട്ടാണ് അവിടെ പിടിച്ചത്. അതുകൊണ്ട് തന്നെയാണ് മുരളീധരനെ പോലുള്ള ആള് പിന്നീട് ആ മണ്ഡലം തന്നെ ലാക്കാക്കി അവിടെ എത്തിയത്, വിജയം ഉറപ്പാക്കാം എന്നുള്ള രീതിയിൽ. പക്ഷേ അത് സംശയമാണെന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തായാലും ശോഭാ സുരേന്ദ്രന് ദേശീയ നേതൃനിരയിൽ തന്നെ ഒരു വലിയ സ്ഥാനം ഇപ്പോൾ BJP കണ്ടെത്തിയിരിക്കുകയാണ്.